അതൊക്കെ ചോദിച്ച കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ മാക്സിമം കുഴപ്പമില്ല. കറണ്ട് അഫയേഴ്സൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടോപ്പിക്കുകൾ ഇച്ചിരി ടഫായിട്ടാണ് വന്നത്. മാത്സ് ഏകദേശം പകുതിയോളം നല്ല ചോദ്യങ്ങളായിരുന്നു. എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ രണ്ട് ഫേസിനെ അപേക്ഷിച്ച് ഈ ചോദ്യം വളരെ നല്ല ചോദ്യമായിരുന്നു. കഴിഞ്ഞ രണ്ട് എക്സാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പാടാം. മറ്റേ രണ്ടും വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ എന്ന് വെച്ചാൽ ഒരു 80-85 സ്കോർ ചെയ്യാൻ പറ്റും. ഇത് അത്രയും പോകത്തില്ല. മാത്സ് കുഴപ്പമില്ല, പക്ഷേ ഉത്തരവില്ലാത്ത ഉണ്ടായിരുന്നു. കണക്കും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈക്കല വെച്ച് ടഫാണ്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും വലിയതായിട്ടില്ല. അടിപൊളി എക്സാമായിരുന്നു. അതിനൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. കണക്കൊക്കെ എളുപ്പം. കണക്കായിരുന്നു നല്ല സിമ്പിളായിരുന്നു. എളുപ്പമുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻ പാടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, എന്നാലും ഒൺവേർഡ് കൂടുതലായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. മാത്സും കുഴപ്പമില്ല, സിമ്പിളല്ല. ഇടയ്ക്ക് ജിയോമെട്രിയൊക്കെ ചോദിച്ചു. കുഴപ്പമില്ല. ഇല്ല അങ്ങനെയില്ല, എന്നാലും അറിയാവുന്നതൊക്കെ ഉണ്ടായിരുന്നു. എഴുതാൻ പറ്റും. മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു. LGS മോഡൽ തന്നെ, അല്ല വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. കറക്റ്റ് പക്ക LGS ആണ്. അല്ല കഷ്ടപ്പെടുന്ന ക്വസ്റ്റ്യൻ ഒന്നും. കഴിഞ്ഞ അല്ല LGS മോഡൽ തന്നെ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നത്, അല്ലാതെ ടഫായിട്ട് തോന്നില്ല. എനിക്കൊരു എബോ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ അത്യാവശ്യം വർക്ക് ചെയ്തിട്ട് പോകുന്നവർക്ക് എന്നിട്ട് എഴുതാൻ പറ്റുന്ന സിലബസിനുള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിച്ചത്. എനിക്ക് ഒരു എബോ ആവറേജ് ക്വസ്റ്റ്യനാണ് ഫീൽ ചെയ്തത്. എല്ലാം നല്ല രീതിയിൽ എല്ലാ മേഖലയും ടച്ച് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് എന്താ പറഞ്ഞാൽ ആ ഒരു സിലബസ് ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ച് പഠിച്ചിട്ട് പോകുന്നവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. കുഴപ്പമില്ല, എഴുതാൻ പറ്റും. കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല കുഴപ്പമില്ല. കുറച്ചൊക്കെ നെഗറ്റീവൊക്കെ വന്ന് കുഴപ്പമില്ല. അത്യാവശ്യം എഴുതാൻ പറ്റും. വളരെയധികം നിലനിർത്തുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുഴപ്പമില്ല. ഇല്ല, എല്ലാം ഒരുവിധം അത് ആവറേജ് സ്റ്റുഡൻസിന് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുഴപ്പമില്ല. ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഒരു LGS എന്ന നിലയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ക്വസ്റ്റ്യൻസ് എളുപ്പമായിട്ട് തോന്നി. പിന്നെ കൺഫ്യൂസിങ് ഫാക്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മാത്സ് കുഴപ്പമില്ലായിരുന്നു. മൊത്തത്തിൽ നല്ല ക്വസ്റ്റ്യൻ എളുപ്പമായിട്ട് കട്ട് ഓഫ് കൂടാൻ. ഇല്ല, വലിയ രീതിയിൽ കുഴപ്പമില്ല. കുറച്ച് എളുപ്പമായിരുന്നു. ചിലത് കൺഫ്യൂസിങ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. അതിലെ ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ ആവർത്തിക്കുന്നുണ്ട്. കമ്പയർ ചെയ്യുമ്പം മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എളുപ്പമായിട്ട് തോന്നി. ഒരു ടഫായിരുന്നു. മാത്സ് ആണ്. കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് പാടായിരുന്നു. മാത്സും കുഴപ്പമില്ലായിരുന്നു. GK വലിയ കുഴപ്പമില്ല. 80 ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതേ ഉള്ളൂ. കറണ്ട് അഫയേഴ്സിൽ നിന്നുണ്ടായിരുന്നു. എഴുതാൻ പറ്റി. സ്റ്റേറ്റ്മെൻറ്റ് വലിയ രീതിയിലായിരുന്നു. പൊതുവെ എളുപ്പമായിരുന്നു. നേരത്തെ കൊല്ലത്തിൻ്റെ അപേക്ഷിച്ച് എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നല്ല നിലവാരം പുലർത്തിയ പ്രശ്നമായിരുന്നു. വലിയ പ്രസ്ഥാനം വലുതായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് സാമാന്യം നല്ല നിലവാരം പുലർത്തിയിരുന്നു. മാത്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയേഴ്സും വലിയ കുഴപ്പമില്ലായിരുന്നു. സാമാന്യം നല്ല പ്രശ്നമായിരുന്നു. പാടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കുഴപ്പിക്കുന്നുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ല. പ്രയാസമായിട്ട് നമ്മൾ വിചാരിക്കാത്ത ഇപ്പം ചില മന്ത്രിമാരെ ഇതൊക്കെ മണ്ഡലത്തിൽ നിന്ന് MLA ആയിട്ടുള്ളത് അത് ഞാൻ നോക്കിയില്ലായിരുന്നു. കുഴപ്പമില്ല. മാത്സൊക്കെ എളുപ്പമായിരുന്നു, ഭയങ്കര എളുപ്പമായിരുന്നു.